ധ്രുവനക്ഷത്രം നിരസിച്ചതിൽ സൂര്യയോട് വിഷമമുണ്ടെന്ന് സംവിധായകൻ ഗൗതം വാസുദേവമേനോൻ. അടുത്തിടെ ഒരു ചാനലുമായി നടത്തിയ അഭിമുഖത്തിലാണ് ഗൗതം വാസുദേവമേനോൻ ഈ കാര്യം വെളിപ്പെടുത്തിയത്. കാക്ക കാക്ക, വാരണമായിരം എന്നീ 2 ഹിറ്റ് ചിത്രങ്ങൾ ഒരുമിച്ച് ചെയ്ത സൂര്യ തന്നെ വിശ്വസിക്കണമായിരുന്നു എന്ന് സംവിധായകൻ പറയുന്നു. ഞാൻ വിഡ്ഢിയാണെന്ന് ആളുകൾ പറഞ്ഞേക്കാം, പക്ഷേ അത് അങ്ങനെയല്ല. ചിലപ്പോൾ അഭിനേതാക്കൾക്ക് സ്വന്തമായി ഉത്തരം നൽകാൻ കഴിയില്ലെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷേ ധ്രുവനക്ഷത്രം ചെയ്യണോ വേണ്ടയോ എന്ന് സൂര്യ ചോദിക്കാൻ പാടില്ലായിരുന്നുവെന്ന് എനിക്ക് തോന്നുന്നു. സൂര്യ അത് ചെയ്യാൻ സമ്മതിക്കേണ്ടതായിരുന്നു, GVM പറയുന്നു. വാരണമായിരം ചെയ്യുന്ന സമയത്ത് സിനിമയിലെ അച്ഛൻ്റെ വേഷത്തിനായി നാനാ പട്നേക്കറിനെയും മോഹൻലാലിനെയും ഗൗതം വാസുദേവമേനോൻ കണ്ടിരുന്നു. പക്ഷേ അവർക്ക് വേണ്ടെന്ന് പറയാൻ അവരുടേതായ കാരണങ്ങളുണ്ടായിരുന്നു. അപ്പോഴാണ് 2 വേഷങ്ങളും ചെയ്യാൻ സൂര്യ രംഗത്തെത്തിയത്. അത് ചെയ്യാനുള്ള ധൈര്യം സൂര്യയ്ക്ക് അന്നുണ്ടായിരുന്നു എന്നും സംവിധായകൻ കൂട്ടിച്ചേർത്തു. ഈ വിഷയത്തിൽ കൂടുതൽ അഭിപ്രായ പ്രകടനം നടത്തിയ ഗൗതം വാസുദേവമേനോൻ താനും സൂര്യയും സിനിമയെക്കുറിച്ച് ഒന്നിലധികം ചർച്ചകൾ നടത്തിയതെങ്ങനെയെന്ന് വിശദീകരിക്കുന്നു. ഞാൻ സൂര്യയെ ബോധ്യപ്പെടുത്താൻ പരമാവധി ശ്രമിച്ചു. ഈ ചിത്രം സൂര്യ ചെയ്തിരുന്നെങ്കിൽ മറ്റൊരു ആക്ഷൻ ശൈലി ഉണ്ടാകുമായിരുന്നു. കാക്ക കാക്ക, വാരണമായിരം തുടങ്ങിയ സിനിമകൾ ഒരുക്കി എന്നെ വിശ്വസിക്കാമായിരുന്നു. മറ്റാരെങ്കിലും സിനിമ നിരസിച്ചാലും സൂര്യ നിരസിച്ചത് തന്നെ വല്ലാതെ അസ്വസ്ഥനാക്കിയെന്നും സംവിധായകൻ വ്യക്തമാക്കി. 2017 ആരംഭിച്ച തമിഴ് സ്പൈ ആക്ഷൻ ചിത്രമാണ് ധ്രുവനക്ഷത്രം. സൂര്യ ആയിരുന്നു ചിത്രത്തിൽ ആദ്യം നായകനായി എത്താൻ തീരുമാനിച്ചത്. എന്നാൽ ചിത്രത്തിൻ്റെ ചർച്ചകൾക്കിടയിലും ഷൂട്ടിങ്ങിനായി വന്ന കാലതാമസത്തിലും സൂര്യ ചിത്രത്തിൽ നിന്നും പിന്മാറുകയായിരുന്നു. പിന്നീട് വിക്രം നായകനായി എത്തിയ ചിത്രം ചിത്രീകരണം നടന്ന് ഇത്ര വർഷങ്ങൾ കഴിഞ്ഞിട്ടും റിലീസ് ചെയ്തില്ല. ഗൗതം വാസുദേവമേനോൻ തന്നെയാണ് ചിത്രത്തിൻ്റെ നിർമ്മാതാവും. സാമ്പത്തികവും നിയമപരവുമായ പ്രശ്നങ്ങൾ കാരണം നേരിടുന്ന പ്രതിസന്ധിയാണ് ചിത്രം വൈകുന്നതിന് കാരണമെന്നാണ് GVM പറയുന്നത്.